ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നും കുറേ നാളുകളായിട്ടും പ്രത്യേകിച്ച് എഫേർട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാത്ത സാഹചര്യത്തിൽ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും തിങ്ക് ചെയ്യുന്നത്. അതുപോലെ അവർ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളിലേക്ക് ഈ ഒരു സമയം പാസ് ചെയ്യണമെന്നോ പറയണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധം നിങ്ങൾ തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ്, 5 of wands, 8 of coins, page of cups, page of wands, king of wands, judgment, 7 of swords, the tower energy, 5 of coins, the chariot, page of coins, ace of cups, king of cups, 4 of swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 3 of wands ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സൈലന്റ് ആയിട്ട് നിശബ്ദമായിട്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 of cups വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ തീർച്ചയായും നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ ഇതുവരെ എഫേർട്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തവരാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലെ സ്നേഹം പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് അസ്തമിച്ച് പോയിട്ടില്ല. ഇപ്പൊ ചിലപ്പോൾ അവരായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് ഇറങ്ങി പോയിരിക്കുക. ചീറ്റിംഗ് അല്ലെങ്കിൽ പോലും വേദനയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു വേദന നിങ്ങൾക്ക് നൽകി ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കും, അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. എല്ലാത്തിലും ഒരു പെയിൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ പോയവരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇനി ഓർക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു പോയവരാണെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവർക്ക് ആരൊക്കെ സ്നേഹവും നൽകി അവരുടെ കൂടെ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ സ്നേഹത്തിൽ തന്നെയാണ് ഇപ്പോഴും stuck ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഇപ്പോഴും ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് തന്നെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണെന്ന് പറയാം. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇവരുടെ പുറകെയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും എന്നിട്ടും എഫേർട്സോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും ആകട്ടെ, അവർ വരുമ്പോ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്തായിരിക്കാം റിലേഷൻഷിപ്പിൽ സൈലന്റ് ആയിരിക്കുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പ്രാർത്ഥനയിലൊക്കെ തന്നെയായിരിക്കാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാനിഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇവര് എത്രത്തോളം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ ഒരു സമയത്ത് വളരെ നിശബ്ദമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവര് നിങ്ങളെ
അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോയോ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവർ നിങ്ങൾക്ക് പുറകെ കയറി വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ എന്താന്നുള്ളത് അവർക്ക് സത്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുന്നതാണോ, അതോ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും ആദ്യമൊക്കെ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കാം. ആദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടായിരിക്കാം. ഇനി നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലില്ല, ഇവരായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഒരു തീരുമാനം എന്താന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവര് ചിന്തിക്കുന്ന എനർജിയില് നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ വിട്ടു പോയതാണോ എന്നുള്ളതാണ്. അതോ ഇനി വീണ്ടും നിങ്ങൾ വരൂ. ഇവരുടെ ഉള്ളില് ഈ ഒരു സമയത്ത് ഒരു ഡിപ്രസ്ഡ് അവസ്ഥ വരുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിക്കെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ കാര്യങ്ങളും ഒക്കെ നിലനിർത്തി വെക്കാമായിരുന്നു. ഇതിപ്പോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ ബന്ധത്തില് ഒരു സത്യസന്ധത നിലനിർത്തണം എന്നൊക്കെ ഒരു തോട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ എന്തായാലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ റിലേഷൻഷിപ്പിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചിരുന്നവരല്ല നിങ്ങളുടെ വ്യക്തി എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവർത്തിച്ചിട്ട് അവർക്ക് ആ ഒരു സ്നേഹത്തെ നിലനിർത്തണം എന്നൊരു ചിന്തകൾ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലേക്ക് ആഴത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഒട്ടും ലഭിക്കുന്നതുമില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇതുവരെ എഫേർട്ട് എടുക്കാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ പൂർണ്ണമായും വിട്ടുപോയോ എന്നൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിശബ്ദത, നിങ്ങളുടെ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് ഇപ്പൊ ചിന്തിപ്പിക്കാനായിട്ട്, മാറ്റി ചിന്തിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇവര് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഫേർട്സ് എടുക്കണം എന്നുള്ളത്. കാരണം പുറകെ നിങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ 10 of Swords ന്റെ എനർജി കാണിക്കുന്നുണ്ട്. അവരില് ഭയങ്കരമായ ഒരു പെയിൻ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെന്റിലൊക്കെ മുന്നോട്ടേക്ക് പോയ ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകാം എന്ന് പറഞ്ഞ് വാക്ക് പാലിക്കാതിരുന്നവരൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയൊക്കെ കടന്നു വരണം എന്നുള്ള ചിന്തകളൊക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഫോർ ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇതൊരു മാരേജ് കാർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകാതെ തെന്നിക്കളിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് അവരത് മാറ്റി ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകണം എന്ന ആഗ്രഹത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എത്രത്തോളം ആണെന്നുള്ളതിൽ നിങ്ങൾ മാറി നിന്നിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവർ തിരിച്ചറിയുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു കാര്യം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹെർമിറ്റ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർക്ക് ഒരു ഒറ്റപ്പെടലൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുറകെ ഇങ്ങനെ ചേസ് ചെയ്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ ചേസിങ് മാത്രമല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ബ്ലോക്ക് ഒന്നും ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കാം. ഇവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു യെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു 1-2 മെസ്സേജ് മാത്രമായിട്ടൊക്കെ ആയിരിക്കും നിർത്തിയിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പൊ അതുപോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തില്, കാരണം ഒരു സമയത്ത് ഈ ഒരു ഫോണിലേക്കൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജ് കോളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊന്നും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഇവർക്ക് ഭയങ്കരമായ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ലോൺലിനെസ് ആണ്. അപ്പൊ ഈ ഒരു ഒറ്റപ്പെടലില് ഈ ഒരു വ്യക്തി ആ ഒരു പഴയ കാലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതുവരെ നിങ്ങൾ അതിനുള്ള ഒരു സാഹചര്യം അവർക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ എനിക്കിവിടെ പറയേണ്ടി വരും. കാരണം ആ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി ഇപ്പോഴാണ് ആ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഒറ്റപ്പെടൽ മനസ്സിലാകാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവർക്ക് ചുറ്റിനും ഇപ്പോ എന്തൊക്കെ സ്നേഹമോ കാര്യങ്ങളോ അവരുടെ കരിയർ ആയിക്കൊള്ളട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, എന്തിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് അതിലേക്കൊന്നും ഫോക്കസ്ഡ് ആവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ അവരുടെ പുറകെ നടന്നിരുന്ന സമയത്ത് ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ അവർക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എൻജോയ് ചെയ്യാനോ കാര്യങ്ങൾക്കോ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നില്ല.
അതൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഒരു വശത്ത് നിങ്ങൾ മാറി നിൽക്കുന്നു, മറുവശത്ത് അവർക്ക് എല്ലാം ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥമാണ് നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നത് ആ ഒരു ഫോർ ഓഫ് കപ്സിന്റെ എനർജി. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പൂർണ്ണമായും മറക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട്. ഇവിടെ സ്റ്റാർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയാണെങ്കിലും ടെൻ ഓഫ് കപ്സ് ആണ്. വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ അവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചു വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും നിങ്ങളുടെ വ്യക്തിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഇനിയും അവരുടെ ലൈഫിലേക്ക് തിരിച്ചു ചെല്ലും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ എഫേർട്ട് എടുക്കാത്തത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്നുള്ള സാഹചര്യങ്ങൾ തേർഡ് പാർട്ടി എനർജി ഒക്കെ വളരെയധികം സ്ട്രോങ് ആണ്. അതിപ്പോ ഇമോഷൻസ് ആയിട്ടായിരിക്കാം ചിലവരുടെ കേസിൽ നിങ്ങൾക്കിടയിൽ ഒരു ഈഗോ ക്ലാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു കെട്ടുകളൊക്കെ അഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഇവരിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ എഫേർട്ട് എടുക്കില്ല എന്നുള്ളത് ചില ആളുകൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് ഇവിടെ എനർജി കിട്ടുന്നത്. ഒരു വിഭാഗം ആളുകൾ ഒരു പ്രതീക്ഷ ഇപ്പോഴും വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ ചെല്ലും എന്നുള്ള രീതിക്ക്. അല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് വെറുതെ ആണ്, നിങ്ങൾ വീണ്ടും അവരിലേക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും എന്നുള്ള രീതിക്ക്. മറ്റൊരു വിഭാഗം ആളുകൾ ചിലപ്പോൾ നിങ്ങൾ സൈലന്റ് ആയത് ഈ അടുത്ത കാലത്തായിരിക്കില്ല, കുറച്ചായിട്ട് നിങ്ങൾ സൈലന്റ് ആയിരിക്കുക റിലേഷൻഷിപ്പിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അവരായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലെ ഈ ഒരു പിണഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങൾ കെട്ടുകളെല്ലാം അഴിക്കുക, റിലീസ് ചെയ്യുക. നിങ്ങളുടെ ബന്ധത്തില് ഒരു വളരെയധികം ഒരു ഊർജ്ജസ്വലതയോടുകൂടി അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇവിടെയാണെന്നുണ്ടെങ്കിലും പേജ് ഓഫ് കപ്സും പേജ് ഓഫ് വാൻഡ്സും ആണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്താണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ട് നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം എന്നുള്ളത്. നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഒരു ഈഗോ ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈഗോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഈഗോ മാറ്റിയിട്ട് തന്നെയാണല്ലോ ഇവർക്ക് പുറകെ നടന്നിരുന്നത്. അതിവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ അവർ മാറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് എനർജി വന്നിട്ടുണ്ട്. അവർ ഇതുവരെ നിങ്ങളെ ജഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുക. നിങ്ങളുടെ നല്ല കാര്യങ്ങളല്ല, നിങ്ങളുടെ ചീത്ത കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, സാഹചര്യം കൊണ്ടിട്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചീറ്റിംഗ് ആരും സഹിക്കുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുക. ഇവരുടെ തെറ്റിനെ മറച്ചു വെക്കാനായിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് തോട്ട്സിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ടവർ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളിപ്പോൾ അറിയാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ എന്തോ ഒരു സ്ട്രഗിളിങ് നേരിടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി പോയി എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പുറകെ പോയിക്കൊണ്ടിരുന്നത് ഇവർ എൻജോയ് ചെയ്തിരുന്ന വ്യക്തികളാണ്. നിങ്ങളെ പുറകെ നടത്തുക, എന്നാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഇട്ട് തട്ടിക്കളിച്ചവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തട്ടിക്കളി ഇവരുടെ ഭാഗത്ത് ഇപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ മൂലം ഇവർക്കൊരു വലിയ അടിയാണ് കൊടുത്തിരിക്കുന്നത്. അടി എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി, കയ്യിൽ നിന്ന് പോയല്ലോ. കാരണം ഇവർക്കൊരു ഈഗോ ഉള്ള വ്യക്തികളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ കോംപ്ലക്സ്, ഈഗോ, ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങളായിട്ട് എഫേർട്ട് എടുക്കില്ല എന്നൊരു സ്ട്രോങ് ഡിസിഷനിലാണ് നിൽക്കണമെങ്കിൽ ഇവരായിട്ട് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അവർക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടി. ഇനി ഇവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണമല്ലോ. ഇത്രയും നാളും നിങ്ങൾ ഇവരുടെ പുറകെ നടന്നപ്പോൾ വേണമെങ്കിൽ ഇവർക്കൊന്ന് മിണ്ടിക്കഴിഞ്ഞെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യിക്കായിരുന്നു. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഈ ഒരു പേഴ്സണെ നിങ്ങളെ മറക്കാൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. പൂർണ്ണമായും മറക്കാൻ ഇവർ തയ്യാറുമല്ല. നിങ്ങളെ വേണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. എഫേർട്ട് എടുക്കാതിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു നീതി നൽകണം എന്നൊരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്.
ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എഫേർട്ട് എടുക്കണം എന്നൊരു ചിന്തകളും വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരു വൈകാരികപരമായ തുടക്കം വേണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് നൽകുക. പെയിൻ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും 4 ഓഫ് സോൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പെയിൻ എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കരമായിട്ടൊരു വേദന, കാരണം നിങ്ങളെ ഇനി നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്ത ഭയങ്കരമായിട്ട് കേറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾ ആരിലേക്കും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിശബ്ദമായി നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കാത്തത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും ചിലപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ അത് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ നിശബ്ദത അവർക്ക് എന്തായാലും നിങ്ങളിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തുടക്കം കുറിക്കാനുള്ള പ്രചോദനം നൽകുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് അവർക്കൊരു എടുത്തുചാട്ടോ കാര്യങ്ങളോ അതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായ ഒരു എനർജിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിവൈൻ ടൈം ആണ് ഇത് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും പേഷ്യൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. വളരെയധികം സാവകാശത്തോടുകൂടി നിശബ്ദമായിട്ട് ക്ഷമയോടുകൂടി ഇരുന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് നീതി നൽകേണ്ട ഒരു സമയമാണിത്, അല്ലെങ്കിൽ നീതിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ വേണം, അതും വളരെയധികം സത്യസന്ധമായിട്ട് തന്നെ. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ഒരു ബന്ധത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അവരുടെ കണ്ണുകളൊക്കെ ഇപ്പോഴാണ് തുറന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹൃദയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തുറന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതാണ് ആ ഒരു ഏസ് ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സുകൊണ്ട് അവർ എന്തെങ്കിലും മെസ്സേജസ് നിങ്ങളോട് പറയുന്നുണ്ടോ എന്ന് നോക്കാം. സബോട്ടേജ് വന്നിട്ടുണ്ട്, റിമൈനൈസിങ്, റിവീൽ, മിസ്റ്റേക്സ്, അൺഫിനിഷ്ഡ് ബിസിനസ്, ഹോപ്പ്, റീയൂണിയൻ, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന സോൾ ടൈ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് തന്നെയാണ് ആ ഒരു ആദ്യത്തെ കാര്യങ്ങളിൽ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ അവരുടെ തെറ്റുകൾ മറച്ചു വെച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യുക, നിങ്ങളെ ബ്ലെയിം ചെയ്യുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങളിലേക്ക്, ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ എല്ലാ കാര്യങ്ങളും, എല്ലാ സത്യമായ കാര്യങ്ങളും എനിക്ക് നിന്നോട് തുറന്നു പറയണം. എന്റെ മിസ്റ്റേക്സ് ഒക്കെ ഈ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. മാത്രല്ല നിങ്ങൾ പുറകെ നടന്നിരുന്ന ആ ഒരു സാഹചര്യത്തിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഒരു അവസരങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഡിസിഷൻ എടുക്കാവുന്ന, ആക്ഷൻ എടുക്കാവുന്ന ആ ഒരു അവസരങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഞാൻ തന്നെയാണ് മിസ്സാക്കി കളഞ്ഞത്. എന്റെ തെറ്റുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവാതെ, ഫിനിഷ് ആവാതെ നിലച്ചു പോയിരിക്കുന്നത്. അതെല്ലാം ഞാനിപ്പോ മനസ്സിലാക്കുകയാണ്. എന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാനും നീയുമായിട്ടുള്ള ബന്ധത്തില് വീണ്ടും ഒരു റീയൂണിയൻ എനിക്ക് വേണം, അല്ലെങ്കിൽ നീ എന്റെ ലൈഫിലേക്ക് കടന്നു വരണം എന്നൊരു കാര്യം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റിമൈനൈസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങള്, നിങ്ങളുടെ നല്ല നല്ല മൊമെന്റ്സ്, അതൊന്നും അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സമയത്ത് നിങ്ങളോട് കാണിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം എടുത്തു കാണിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവര് ആ ഒരു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ പോലും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇതുവരെ അവർക്ക് നിങ്ങളെ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നുന്ന സാഹചര്യത്തില് നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ്. അതോടൊപ്പം സ്വയം താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നുള്ളൊരു
വേദന അവരിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനകളെല്ലാം മറ്റൊരു രീതിയിൽ നിങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ പോലും തിരിച്ചറിയുന്നുണ്ടാവില്ല. നിങ്ങൾ സൈലന്റ് ആയിട്ടിരുന്നത് ഇനി എനിക്ക് പുറകെ പോകാൻ പറ്റില്ല, അയാളായിട്ട് അല്ലെങ്കിൽ അവരായിട്ട് എൻ്റെ ലൈഫിലേക്ക് വരട്ടെ, കാരണം ഞാൻ അത്രത്തോളം നാണം കിട്ടു അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം എഫേർട്ട് എടുത്തു, എൻ്റെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞു പോലും ഞാൻ എല്ലാ രീതിക്കും പുറകെ പോയി, ഇനി ഞാൻ പോകുന്നില്ല എന്നുള്ള രീതിക്ക് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. നിങ്ങൾ കൂടുതലൊന്നും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആ ഒരു എനർജീനെ അവരിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ തീരുമാനത്തെ നിങ്ങളുടെ പേഴ്സണിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പോസിറ്റീവായിട്ട്. ഇവിടെ ഹോപ്പാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം അവർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളെ നോക്കി കാണാൻ തുടങ്ങിയിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ചെല്ലും എന്നുള്ളത്. പക്ഷെ മറ്റൊരു വിഭാഗം ആളുകൾ അവരായിട്ട് എഫേർട്ട് എടുക്കുക എന്നുള്ള രീതിക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുമായിട്ടൊരു സോൾ ടൈ ഇവർക്ക് വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. എപ്പോഴും നീയുമായിട്ട് ആ ഒരു സോൾ ടൈ കണക്ട് ചെയ്ത് അതൊരു ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് മൂവ് ഓൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പാസ്റ്റിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും പ്രസന്റിലേക്ക് കണക്ട് ആവാതെ ഫ്യൂച്ചറിലേക്ക് വളരെ പോസിറ്റീവായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കി ഈ ഒരു ബന്ധത്തില് എല്ലാ രീതിയിലും ഒരു കണക്ഷൻ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവന്ന് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണെന്നുള്ള മെസ്സേജ്. അത് മാത്രമല്ല, മിസ്റ്റേക്സ് വന്നിരിക്കുന്നതുകൊണ്ട് സ്വന്തം തെറ്റുകൾ ഏറ്റു പറയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ അവരിൽ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇവരുടെ തെറ്റുകളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒരു കുറ്റബോധം ഇവർക്ക് തോന്നിയിരുന്നെങ്കിൽ എന്ന് പോലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. മറ്റു ചിലവരാണെങ്കിൽ ഇനി ഈ ഒരു ബന്ധം വേണ്ട എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരും ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഇവരുടെ തെറ്റ് ഇവരൊന്ന് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു നിശബ്ദമായ അവസ്ഥ എന്ന് പറയുന്നത് അവരെ കൊണ്ട് ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു എനർജീനെ എനിക്കിവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര പേർക്കാണ് ഈ ഒരു റീഡിംഗ് കണക്ട് ആയിരിക്കുന്നത്, റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാവുന്നതാണ്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ക്ലൂസ് പോലും എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ടി എന്നൊരു ലെറ്റർ, 28, എ എന്നൊരു ലെറ്റർ, 35, 38, കെ എന്നൊരു ലെറ്റർ, 27, കൊല്ലം, എ അഗെയിൻ വന്നിട്ടുണ്ട്, 32, വയനാട്, രോഹിണി എന്നൊരു സ്റ്റാർ, എറണാകുളം ഡിസ്ട്രിക്റ്റ്, ബി എന്നൊരു ലെറ്റർ, 38, പി എന്നൊരു ലെറ്റർ, ആർ, 44, വി എന്നൊരു ലെറ്റർ, ഉത്രട്ടാതി, ടോറസ്, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. ട്രിവാൻഡ്രം, ജാനുവരി മന്ത്, പി അഗെയിൻ, 10 എന്നൊരു നമ്പർ, എൻ എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ, 36, 34, ആർ അഗെയിൻ, ആലപ്പുഴ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഭരണി എന്നൊരു സ്റ്റാർ ആണ്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എനർജിയെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.